Mamma's dishwash liquid. Soft on hands. പലരും വിളിച്ചു പറയുകയാണ് വാർത്തകൾ ലഭിക്കുന്നില്ല എന്ന്. ചില ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് പറയുകയാണ്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇല്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ അമർത്തിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നില്ല എങ്കിൽ ഉടൻ തന്നെ പബ്ലിക് കേരളയുടെ യൂട്യൂബ് പേജിൽ കയറിയിട്ട് പബ്ലിക് കേരളയുടെ ഏതെങ്കിലും ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. ഇനി വാർത്തയിലോട്ട് വരാം. കോൺഗ്രസ് രാജസ്ഥാനിൽ കുതിച്ചു കയറുന്നു. സച്ചിൻ പൈലറ്റിനെ ചാക്കിലാക്കിയിട്ട് അവിടെ ഭരണം പിടിച്ചേക്കാം എന്ന് കരുതി മുന്നോട്ട് വന്ന BJPക്ക് വലിയ തിരിച്ചടിയാണ് രാജസ്ഥാനിലെ കോൺഗ്രസ് നൽകിയത്. സച്ചിൻ പൈലറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തോളോട് തോള് ചേർന്ന് നിന്നപ്പോൾ BJPയുടെ കോട്ടകളിൽ കയറിയിട്ട് താണ്ഡവമാടുകയാണ് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും. രാജസ്ഥാനിലെ വിവിധ ഇടങ്ങളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഏകദേശം 500-ൽ കൂടുതൽ വാർഡുകളിലേക്ക് നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈ നിമിഷം വരെ പുറത്തു വന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ BJPയേക്കാൾ 10 മടങ്ങ് മുന്നിലാണ് കോൺഗ്രസ് ഉള്ളത്. BJPയുടെ കോട്ടകളായിട്ടുള്ള ജയ്പൂർ മേഖലകളിലെ പല വാർഡുകളും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ ഈ നിമിഷം പുറത്തു വരുമ്പോൾ BJPയുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. കാരണം ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തു തന്നെ നിൽക്കുകയാണ്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഒരു വട്ടം കൂടി അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ അവിടെ ഫലം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനിടയിലാണ് രാജസ്ഥാനിലെ കോട്ടകളിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള കോട്ടകളിൽ വലിയ മുന്നേറ്റം കോൺഗ്രസ് കാഴ്ചവെച്ചിട്ടുള്ളത്. ജയ്പൂർ ഹെറിറ്റേജ് ഗ്രേറ്റർ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലാണ് വലിയ മുന്നേറ്റം കോൺഗ്രസ് കാഴ്ചവെച്ചത്. 32 വാർഡുകൾ ഈ സമയം വരെ കോൺഗ്രസ് സ്വന്തമാക്കി. ഉച്ചക്ക് 12 വരെയുള്ള കണക്കുകൾ പ്രകാരം 250 സീറ്റുകളിൽ നിരവധി സ്ഥലങ്ങളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നുള്ളത്. ജയ്പൂർ ഹെറിറ്റേജിലെ 100 സീറ്റിൽ 20 ഇടത്ത് കോൺഗ്രസ് ആണ് ഇതുവരെ വിജയിച്ചത്. ജയ്പൂരിലെ BJPയുടെ കോട്ടകൾ പൊട്ടിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഈ മുന്നേറ്റം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ചു ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands.